മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക, ഭരണസ്തംഭനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി LDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുരളി പെരുന്നെല്ലി MLA സമരം ഉദ്ഘാടനം ചെയ്തു. പോലീസിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, അതേപോലെ കരാറുകാർ, അതുപോലെയുള്ളവരൊക്കെ കൊടുത്ത പരാതികൾ, ഇതിലൊക്കെ പറയുന്ന കാര്യങ്ങൾ എല്ലാം ഒന്നാണ്. ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റിനെയും ഭരണ സംവിധാനത്തെയും സംബന്ധിച്ചാണ്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രേരിതമായൊരു മുദ്രാവാക്യമല്ല. ഞങ്ങളല്ലല്ലോ പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അത് ഓരോന്നിടത്ത് പരിശോധിച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണ്. എന്താ ഗ്രാമപഞ്ചായത്തിൻ്റെ വാഹനത്തിൻ്റെ ഡ്രൈവർ പറഞ്ഞ കാര്യം വളരെ ഗൗരവപ്പെട്ട കാര്യമല്ലേ. കഴിഞ്ഞ ദീർഘകാലമായി ഈ ഭരണം വന്ന ആ നാൾ മുതൽ പഞ്ചായത്ത് ഭരണത്തിൻ്റെ ആ വാഹനം കൈകാര്യം ചെയ്യുന്ന രഞ്ജിത്ത്, അതിൻ്റെ ഡ്രൈവർ, ആ രഞ്ജിത്ത് പത്രമാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം എന്താണ്? ആ കാര്യം പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വാഹനം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ്. ദുരുപയോഗം ചെയ്യാണ്. പഞ്ചായത്ത് വാഹനം, പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് വാഹനമില്ല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് മാത്രമാണ് വാഹനമുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിലുള്ള വാഹനമുള്ളത് ജില്ലാ പഞ്ചായത്തിന്. ആ ഗ്രാമപഞ്ചായത്തിൻ്റെ വാഹനമാണ്, പ്രസിഡന്റിന്റെ വാഹനമല്ല. CPI സംസ്ഥാന കൗൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മണലൂർ പഞ്ചായത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും ഭരണസ്തംഭനവും നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണെന്നും ഇതിന് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഈ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. CPM ഏരിയ സെക്രട്ടറി PA രമേശൻ, VR മനോജ്, TD ജോസ്, BN സുർജിത്ത്, KV വിനോദൻ, MR മോഹനൻ, VV പ്രഭാത് എന്നിവർ സംസാരിച്ചു. സാജൻ മുടവങ്ങാട്ടിൽ, KV ഡേവിസ്, VG രാധാകൃഷ്ണൻ, VV സജീന്ദ്രൻ, സീത ഗണേഷ്, ധനേഷ് മടത്തിപ്പറമ്പിൽ, PB ജോഷി എന്നിവർ നേതൃത്വം നൽകി.